പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിഷുവിനെ കണ്ട ഉടനെ ശ്രീജ അങ്ങ് കരയാൻ തുടങ്ങും. ആ സമയത്തിന് വിഷു ചോദിക്കുന്നതിന് എന്ത് പറ്റി ശ്രീജ എന്ന് ചോദിക്കുന്ന സമയത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതെ ശ്രീജ അങ്ങ് പൊട്ടി പൊട്ടി കരയാണ്. ആ സമയത്തിന് വിഷു ചോദിക്കുന്നതിന് ശ്രീജ നീ എന്തിനെങ്ങനെ കരയുന്നത്, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങളെല്ലാവരും വേദയുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ വർഷ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീജ അങ്ങ് കരയാണ്. അപ്പോഴേക്കും അതെന്തിനാ, അവൾ എന്തിനാ നിന്നെ വഴക്ക് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞങ്ങൾ വേദയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടേക്ക് അങ്ങനെ ചുറ്റി നോക്കി കാണുമായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയുള്ള ലൈറ്റ് കണ്ടപ്പോഴേക്കും ഞാൻ അതിലേക്ക് തൊട്ടു. അപ്പോഴേക്കും അതറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടി താഴേക്ക് വീണു. അതോടുകൂടി തന്നെ വർഷ എന്നെ ഒരുപാടധികം വഴക്ക് പറഞ്ഞു വിഷുട്ടാ. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ ശ്രീജ. അന്നേരം വിഷു ചോദിക്കുന്നതിന് അതിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് എന്തിനാ, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അല്ല വേദം നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ പോലുള്ള പാവങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. പക്ഷേ വേദയും വേദയുടെ മുത്തശ്ശിയൊന്നും ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് അത് പോട്ടെ ശ്രീജയെ, നീ വെറുതെ അതോർത്തിട്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വിഷു അങ്ങനെ ശ്രീജയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീജയെ ആശ്വസിപ്പിച്ചതിന് ശേഷം പറഞ്ഞിട്ട് ഞാൻ ആകെ ക്ഷീണിച്ചാൽ വന്നത്, നീ പോയിട്ട് എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഇട്ടുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് ശ്രീജയെ കിച്ചണിലേക്ക് പറഞ്ഞയക്കാണ് വിശ്വൻ. അതെ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ചായ കുടിച്ചതിന് ശേഷം പറയാം, നീ പോയിട്ട് ചായ എടുത്തുകൊണ്ട് പോവാ എന്ന് പറയുന്ന സമയത്തിന് ശ്രീജ ഏതായാലും കിച്ചണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ദേ നീ ഒന്ന് അവിടെ വന്ന് നിന്നേന്ന് പറയും. അന്നേരം ശ്രീജ കിച്ചണിലേക്ക് പോകുന്ന സമയത്തിന് വീണ്ടും പുറകിൽ നിന്ന് വിളിക്കട്ടെ വിഷയം, ദേ നീ ഒന്ന് നിന്നേന്ന് പറയുന്ന സമയത്തിന് എന്താണെന്ന് ചോദിച്ച് ശ്രീജ എങ്ങനെ ചിരിച്ചാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ സങ്കടമൊന്നുമില്ലല്ലോ, നീ ഒന്ന് ചിരിച്ചെന്ന് പറയുന്ന സമയത്തിന് ശ്രീജ വിഷയനെ നോക്കിയിട്ട് ഇങ്ങ് ചിരിക്കും. ഇപ്പോൾ ഏതായാലും നിന്റെ സങ്കടമൊക്കെ മാറിയല്ലോ, ഇനി നീ പോയിട്ടൊരു ചായ എടുത്തുകൊണ്ട് പോവാ എന്നൊക്കെ പറഞ്ഞ് അതും കാത്തിരിക്കായിരിക്കട്ടെ വിശ്വം അവിടെ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട് വിക്രമിന് മുറി കാണിച്ചു കൊടുക്ക്, രാത്രി സീതാരാമ വിഗ്രഹം വെച്ചുകൊണ്ടതിനെ പ്രാർത്ഥിക്കേണ്ടതല്ലേ. അന്നേരം വേദ വിക്രമിനെ നോക്കിക്കൊണ്ടതിനെ എൻ്റെ മുറി മുകളിലാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ കൂട്ടിക്കൊണ്ടതിനെ വേദ മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറിയിലേക്ക് എത്തിയതിന് ശേഷം വിക്രം ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട് അതെ എനിക്ക് കുളിച്ച് ഫ്രഷ് ആവുമെന്ന് വേണ്ട, നീ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയും. അപ്പോൾ വേദ പറഞ്ഞിട്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് പണ്ടേ കുളിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഷിയുന്നത് വരെ അത് തന്നെ ഇട്ട് നടക്കുന്ന ആളല്ലേ, എന്നാൽ ശരി ഞാൻ കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വേദ ഏതായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. വേദ കുളിക്കാൻ പോയ സമയത്തിന് വിക്രം ഏതായാലും വേദയുടെ മുറി ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്തിന് മുറിയിലൊക്കെ ചുറ്റുമായിട്ട് വേദയുടെയും അച്ഛൻ്റെയും ഫോട്ടോസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണും. ഫോട്ടോസ് എല്ലാം കാണുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് എത്രമാത്രം സന്തോഷമായിട്ടാണ് അവൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അവളെ അച്ഛനോട് എത്രമാത്രം സ്നേഹമായിരുന്നു, ഈ വീട്ടുകാരോട് അവൾ എത്രമാത്രം സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇവരുടെ ഈ ഒരു സ്നേഹബന്ധമെല്ലാം തന്നെ തകർന്നത് ഞാൻ കാരണമല്ലേ വേദക്ക് വേദയുടെ വീട്ടുകാരിൽ നിന്ന് തന്നെ ഇത്രമാത്രം അവഗണനകളൊക്കെ സഹിക്കേണ്ടി വന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ കുറ്റബോധം തോന്നിപ്പോവും. അങ്ങനെ വിക്രം വീണ്ടും വേദയുടെ മുറിയിൽ നിന്നുകൊണ്ടതിന് വേദയുടെ മുറിയൊക്കെ ഇങ്ങനെ ചുറ്റി കാണുന്ന സമയത്തായിരിക്കും വർക്ക്ഷോപ്പിൽ നിന്ന് വിക്രമിൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നത്. ആ സമയത്തിന് വിക്രം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്നേരം തന്നെ പെട്ടെന്ന് ശ്രീനിവാസൻ സാറും വിളിക്കുന്നുണ്ട്. ആ സമയത്തിന് അദ്ദേഹത്തോട് എന്ത് സംസാരിക്കണമെന്നൊക്കെ ചിന്തിച്ച് ഏതായാലും ഇവിടെ വെച്ച് സംസാരിക്കണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കുളി കഴിഞ്ഞുകൊണ്ട് തന്നെ വേദ അങ്ങോട്ടേക്ക് തിരിച്ചു വരും. വേദ വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് മുഖമെങ്കിലും കഴുകുമെന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് വേണ്ട, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി, എനിക്കെന്തോ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അന്നേരം വേദ പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്, ഇതിപ്പോൾ ഇന്നൊരൊറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നാളെ തന്നെ നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാലോ, ഇന്നത്തെ ഒരു രാത്രി ഉറങ്ങാൻ പോലും പാടില്ലെന്ന അച്ഛമ്മ പറഞ്ഞേക്കുന്നത്. അച്ഛമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം, നമ്മൾ രണ്ടുപേരും നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു പൂജയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം വിക്രം പറഞ്ഞിട്ട് എനിക്കിതിലൊന്നും ഒട്ടും നിന്ന് വിശ്വാസമില്ല, പിന്നെ മുത്തശ്ശി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കൂടെ ഈ വിഡ്ഢി വേഷം കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇവരിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ താഴെ നിന്ന് മുത്തശ്ശി അച്ഛമ്മയ്ക്ക് വിളിക്കുന്നത്. അപ്പോഴേക്കും വിളി കേട്ടുകൊണ്ട് തന്നെ വേദയും വിക്രമും താഴേക്ക് ഇറങ്ങി വരും. വിക്രമും വേദയും താഴേക്ക് ഇറങ്ങി വന്ന ഉടനെ തന്നെ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിക്ക്, ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാനേ പാടില്ല, ഭയഭക്തിയോടുകൂടെ തന്നെ നാമം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കണം, നേരം പുലരുന്നതുവരെ രണ്ടുപേരും പരസ്പരം മനമുരുകി പ്രാർത്ഥിക്കണം. എന്താ രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ വേദയത്തിനെ ഇങ്ങനെ നോക്കുമായിരിക്കും. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് രണ്ടുപേരും നിലവിളക്ക് കത്തിക്കുന്ന സമയത്തിന് വേദ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വിക്രമിനെ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്ന സമയത്തിന് വിക്രമും അതുപോലെ തന്നെ വേദയെ നോക്കിയിട്ട് ചിരിക്കും. വിക്രം തന്നെ നോക്കി ചിരിക്കുന്നത് കാണുന്ന സമയത്തിന് വേദക്ക് ഒത്തിരിയധികം ഇഷ്ടമാവും. വേദ പറയുന്നത് ഈ നിലവിളക്കിൽ നിങ്ങളുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയും. അന്നേരം വിക്രം വേദയെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല രണ്ടുപേരും ചേർന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് തൊഴിൽ കൈകളോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. വിക്രം ഭയങ്കര സ്നേഹത്തോടെ വേദയെ തേനങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നതെല്ലാം തന്നെ അച്ഛമ്മയും മുത്തശ്ശിയും കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു കാഴ്ച കാണുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ പത്മൊക്കെ നിൽക്കുന്നുണ്ടാവും. പത്മ അങ്ങനെ പറയുന്നുണ്ട്, വിക്രമും വേദയും നല്ല ചേർച്ചയാണല്ലേ ശങ്കരേട്ടാന്ന് ചോദിക്കും. വേദക്ക് വിധിച്ചത് വിക്രമായിരിക്കും. വിക്രം ഒരു നല്ല പയ്യനാ, അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ അവനൊരു മോശം പയ്യനൊന്നുമല്ല.
അന്നേരം ശങ്കരൻ ഇങ്ങനെ പത്മത്തിനോട് പറഞ്ഞിട്ട് അതെ അതെനിക്ക് മനസ്സിലായി പത്മം. മുത്തശ്ശി പറയുന്നുണ്ട് ഇനി അവർ രണ്ടുപേരും പ്രാർത്ഥിക്കട്ടെ, നമുക്കങ്ങ് മാറി നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്നങ്ങ് മാറി നിൽക്കട്ടെ. വിക്രമും വേദിയിരുന്ന് പ്രാർത്ഥനയിലായിരിക്കും. ഈ സമയത്തായിരിക്കും വർഷ ഇങ്ങനെ താഴേക്ക് വരുന്നത്. കൂടെ നന്ദിനി ഉണ്ടായിരിക്കും. വർഷ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുമായിരുന്നു. ആ സമയത്തിന് എൻ്റെ സ്വർണ്ണാഭരണ പെട്ടി ഞാൻ അവിടെ നിന്ന് മാറ്റിവെച്ച സമയത്തിന് അതിനെന്തോ വെയിറ്റ് കുറവ് പോലെ തോന്നി. അങ്ങനെ സംശയത്തോടു കൂടി തന്നെ ഞാൻ ആ ആഭരണ പെട്ടി തുറന്നു നോക്കിയ സമയത്തിന് അതിൽ 4 വള കാണുന്നില്ല. എന്നാൽ വർഷയുടെ വള കാണുന്നില്ല എന്ന് പറഞ്ഞതോടു കൂടി തന്നെ അച്ചമ്മയും വിക്രമും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വേദ വർഷയും അതുപോലെ തന്നെ നന്ദിനെ ഇങ്ങനെ മാറി മാറി നോക്കിയിരിക്കും ഒരു സംശയത്തോടെ. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട് വർഷ നിന്റെ വള എവിടെ പോവാനാ, അത് നീ ശരിക്കും മുറിയിൽ തന്നെ നോക്ക്, അത് അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അന്നേരം വർഷ പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് എല്ലായിടത്തും നോക്കിയതാണ് മുത്തശ്ശി, അത് അവിടെ എന്നും കാണാനില്ല. രാവിലെ പോലും ഞാൻ അത് കണ്ടതാ, പിന്നെ ഇപ്പൊ പിടിച്ച് പെട്ടെന്ന് അത് എവിടെ പോവാനാ? പുറത്തു നിന്നും ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. വിക്രമും വിക്രത്തിന്റെ വീട്ടുകാരും മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മുറിയിൽ വെച്ച സ്വർണം എവിടെ നിന്നും പിന്നെ എവിടെ പോയി അമ്മയെന്നിങ്ങനെ വർഷ സംശയത്തോടു കൂടി ചോദിക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും. വിക്രമും വിക്രത്തിന്റെ വീട്ടുകാരും തന്നെയായിരിക്കും തന്റെ ആ 4 വള എടുത്തത് എന്ന രീതിയിലായിരിക്കും വർഷ സംസാരിക്കുന്നത്. അതോടുകൂടി തന്നെ വിക്രത്തിന് ദേഷ്യം വരും. എന്നിട്ട് വിക്രം ഇങ്ങനെ അച്ചമ്മയോട് പറഞ്ഞിട്ട് അച്ചമ്മ കേട്ടില്ലേ ഇവർ ഈ സംസാരിക്കുന്നത്? ഞാനും എൻ്റെ വീട്ടുകാരും ആ വള എടുത്തതുപോലെയാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ചെയ്യാതെ തെറ്റിന് നമ്മളെങ്ങ് കുറ്റക്കാരാക്കിയപ്പോഴേക്കും അച്ചമ്മക്ക് അങ്ങ് തൃപ്തിയായല്ലോ. അച്ചമ്മയാണ് സീതാരാമ വിഗ്രഹം പൂജ എന്നൊക്കെ പറഞ്ഞ് 2 പേരെയും 2 കുടുംബത്തെയും ഒന്നിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ചത്. എന്നെയും എൻ്റെ വീട്ടുകാരെയും നമ്മളെ എല്ലാവരെയും ഇങ്ങനെ സംശയത്തിൻ്റെ മുൻമുനയിൽ നിർത്തിയപ്പോൾ അച്ചമ്മക്കിപ്പോൾ സമാധാനമല്ലോ, അച്ചമ്മക്കിപ്പോൾ സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അങ്ങ് പൊട്ടിത്തെറിക്കട്ടെ അച്ചമ്മയുടെ അടുത്ത്. വിക്രത്തിന്റെ വാക്കെല്ലാം കേട്ടുകൊടുത്തിന് അച്ചമ്മക്ക് പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ അച്ചമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന്റെ വേദ സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട് വിക്രം അങ്ങനെയൊന്നും പറയൽ, നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ ഒരിക്കലും അങ്ങനെ ആ വള എടുത്തില്ല, നിങ്ങൾ ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന കാര്യം എനിക്കും മുത്തശ്ശിക്കും അച്ഛനും അമ്മക്കൊക്കെ നന്നായിട്ട് അറിയാം. വർഷേച്ചി അങ്ങനെ വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോന്ന് വിചാരിച്ച് വിക്രമിന് എന്താന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ ഇവർ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനും എൻ്റെ വീട്ടുകാരും ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ് ഇവരുടെ വള കാണാനില്ലെന്ന്, അതിന്റെ അർത്ഥം ഞങ്ങൾ ആ വള എടുത്തു എന്നല്ലേ? അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് വിക്രം ആ വള എടുത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കടന്ന് ചാടുന്നത്? ഈ വീട്ടിലേക്ക് പിന്നെ നിങ്ങളല്ലാതെ പുറമേ നിന്നും ആരും വന്നിട്ടില്ല. നീ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതെടുത്തത് നിന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിന്റെ ഏട്ടത്തിമാരാരെങ്കിലും ആയിരിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല ശ്രീകാന്തിനെ കുത്തിനങ്ങ് കയറി പിടിച്ചുകൊണ്ടിന് ചോദിക്കുന്നുണ്ട് എടാ നീ എന്താടാ പറഞ്ഞത്? എൻ്റെ വീട്ടുകാർ നിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെന്നോ? ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങ് ദേഷ്യപ്പെടുന്നതോടുകൂടി തന്നെ എല്ലാവർക്കും അങ്ങ് വല്ലാതാവും. അപ്പോഴേക്കും വേദ ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് നിർത്തി വിക്രം, അങ്ങനെ നിങ്ങളാണ് അത് മോഷ്ടിച്ചത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല നമ്മൾ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ നന്ദിനിയെടുത്ത് വർഷത്തിന്റെ പുറകെ തന്നെയാണല്ലോ, നിങ്ങൾ 2 പേരും എന്താ എന്തെങ്കിലും മുൻപരിചയമുണ്ട്? അപ്പോഴേക്കും ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ നന്ദിനി പറഞ്ഞിട്ട് ഏയ് ഇല്ല വേദേ, ഞങ്ങൾ 2 പേരും ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് പരസ്പരം പരിചയപ്പെടുന്നത്. ഞങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെടാനാ, ഇന്നല്ലേ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നേരത്തെ തന്നെ സംശയം തോന്നിയതാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു ശ്രീയേട്ടനും വർഷേച്ചിയും കൂട്ടിയിട്ട് എന്തെങ്കിലും കുനിഷ്ടൊപ്പിക്കുമെന്ന്. ഏതായാലും ആ വള വിക്രമും വിക്രത്തിന്റെ വീട്ടുകാരും എടുത്തു എന്ന് നിങ്ങൾ അങ്ങനെ കള്ളം പറഞ്ഞുണ്ടാക്കൊന്നും വേണ്ട. ഇനി ഏതായാലും ആ വള ഇവിടെ നിന്നും കണ്ടു കിട്ടിയതിന് ശേഷം മാത്രമേ ഞാനും അച്ചമ്മയും വിക്രമും ഈ വീട്ടിൽ നിന്നും തിരികെ പോവുള്ളൂ എന്നൊക്കെ പറയാതിരിക്കട്ടോ വേദ. വേദ ഇങ്ങനെ വെല്ലുവിളി പോലെ ഉറപ്പിച്ച് പറയുന്നതും കേട്ടുകൊണ്ടതിന് നന്ദിനി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുമായിരിക്കും. ശ്രീകാന്തും വർഷയും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം വേദയുടെ അഭിപ്രായത്തോട് യോജിച്ചു കൊടുത്തിട്ട് അച്ചമ്മയും കൂടി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.